ഹായ് ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇന്ന് നമുക്ക് സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ സമ്പാളൂരുള്ള തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോയാലോ. സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ 1542, 544, 548 വർഷങ്ങളിൽ ഇവിടെ സന്ദർശിച്ചതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. പോർച്ചുഗീസ് ജെസ്യൂട്ട് മിഷണറിമാരുടെ പ്രധാന കേന്ദ്രമായിരുന്നു സമ്പാളൂര്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം കേരളത്തിൻ്റെ ഗോവ എന്നും അറിയപ്പെടുന്നു. 1781 ടിപ്പു സുൽത്താൻ നടത്തിയ ആക്രമണത്തിൽ പഴയ പള്ളി നശിച്ചു. പിന്നീട് 1862 പുതിയ പള്ളി പണിതത്. ഇന്നുള്ള ദേവാലയം 1979 വെഞ്ചിരിപ്പ് നടത്തിയിട്ടുള്ളത്. ഇവിടെ ചരിത്രപ്രസിദ്ധമായ ഹിസ്റ്റോറിക്കൽ മ്യൂസിയവും ആംഗ്ലോ ഇന്ത്യൻ കൾച്ചറൽ മ്യൂസിയം, പഴയ സെമിനാരി, അച്ചടിശാല എന്നിവയൊക്കെ ഉണ്ട്. മലയാളത്തിൽ ആദ്യകാല അച്ചടി പ്രസിദ്ധീകരണങ്ങളുമായി ഈ സ്ഥലം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പള്ളി റോമൻ കാത്തലിക് ഡയോസിസിൻ്റെ കോട്ടപ്പുറം കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 7-8 കിലോമീറ്റർ ഇവിടേക്കുള്ളൂ. ഈ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അനുഭവപ്പെടുന്ന ശാന്തതയും ആത്മീയമായ അന്തരീക്ഷമൊക്കെ ഓരോരുത്തരുടെയും മനസ്സിനെ സ്പർശിക്കും. പ്രാർത്ഥനയ്ക്കായിട്ട് ഇവിടെ എത്തുന്നവർക്ക് ലഭിക്കുന്ന സമാധാനവും ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവവും ഈ തീർത്ഥാടന കേന്ദ്രത്തെ കൂടുതൽ പ്രത്യേകതയുള്ളതാക്കുന്നു. ഇവിടെയുള്ള മ്യൂസിയത്തിൽ പുരാതന ആരാധന വസ്തുക്കളും ചരിത്രരേഖകളും പഴയ അച്ചടി ഉപകരണങ്ങളും മറ്റ് വിലപ്പെട്ട ശേഖരങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതൊരു ആരാധനാലയം മാത്രമല്ല, അതുകൊണ്ട് ചരിത്രത്തെ അടുത്തറിയാൻ കഴിയുന്നൊരു പൈതൃക കേന്ദ്രം കൂടിയാണിത്. സമ്പാളൂരിലെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ തീർത്ഥാടന കേന്ദ്രം വിശ്വാസത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു ജീവിക്കുന്ന സാക്ഷ്യമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ സന്ദർശിക്കേണ്ട ഒരു പുണ്യസ്ഥലമാണിത്. സമ്പാളൂർ തീർത്ഥാടന കേന്ദ്രത്തിലെ കാസിൽ മാതൃകയിലുള്ള നിർമ്മിതി വിശ്വാസത്തിൻ്റെയും ചരിത്ര പൈതൃകത്തിൻ്റെയും പ്രതീകമായിട്ടാണ് നിലകൊള്ളുന്നത്. കാസിലിൻ്റെ സമീപത്തായിട്ട് പഴയ സെമിനാരുടെയും ദേവാലയവുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളൊക്കെ സംരക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, ജോൺ ഡി ബ്രിട്ടോ, അർണോസ് പാതിരി തുടങ്ങിയ മിഷണറിമാരുടെ ഓർമ്മകൾ നിറഞ്ഞ ഈ പ്രദേശം കേരളത്തിൻ്റെ ക്രൈസ്തവ ചരിത്രത്തിൽ പ്രധാന സ്ഥാനമാണ് വഹിക്കുന്നത്. സമ്പാളൂർ ഒരു കാലത്ത് ജെസ്യൂട്ട് മിഷൻ കേന്ദ്രത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു. കാലപ്പഴക്കത്തിൻ്റെ സാക്ഷികളായിട്ട് നിലകൊള്ളുന്ന ഈ കല്ലുകളും നിർമ്മാണ ഭാഗങ്ങളൊക്കെ ഇവിടെ ഒരു കാലത്ത് നിലനിന്നിരുന്ന ദേവാലയത്തിൻ്റെ ഓർമ്മകളെ ജീവനോടെ സൂക്ഷിക്കുന്നു. നൂറ്റാണ്ടുകളുടെ ചരിത്രം തങ്ങി നിൽക്കുന്ന ഈ അവശിഷ്ടങ്ങൾ വിശ്വാസത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും വിലമതിക്കാനാവാത്ത അടയാളങ്ങളാണ്. പഴയകാല നിർമ്മാണ ശൈലിയുടെ ചില ഭാഗങ്ങൾ ഇന്നും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അന്നത്തെ കാലഘട്ടത്തിലെ കരവിരുത്തും ഭക്തിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ചരിത്ര അവശിഷ്ടങ്ങൾ വെറും കല്ലുകളുടെ ശേഖരമല്ല, വിശ്വാസം തലമുറകളിലൂടെ കൈമാറ്റപ്പെട്ടു എന്നതിൻ്റെ നിശബ്ദ സാക്ഷികളാണ്. ഇവിടെ എത്തുന്ന ഓരോരുത്തരും ചരിത്രത്തോടുള്ള ആദരവും ആത്മീയമായ ഒരു അനുഭവവും മനസ്സിലേറ്റിയാണ് മടങ്ങുന്നത്. പൈതൃകത്തെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ചരിത്രത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ്.